KTU 2019 സ്കീം CS-S3 ഊപ്സ് മൊഡ്യൂൾ 4ൻ്റെ തിയറിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഇവൻറ്റ് ക്ലാസ്സസ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ 2 ഇവൻറ്റ് മോഡൽസ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. അതായത് നമ്മൾ ഡെലിഗേഷൻ ഈവൻറ്റ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ഈവൻറ്റ് ക്ലാസ്സസും ഈവൻറ്റ് ലിസണേഴ്സും ആണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആക്ഷൻ ഈവൻറ്റ് ക്ലാസ്സസ്. അപ്പോൾ ആക്ഷൻ ഇവൻറ്റ് ക്ലാസ്സസിൻ്റെ അണ്ടറിൽ 4 ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആണ് വരുന്നത്. ഓൾട്ട് മാസ്ക്, കൺട്രോൾ മാസ്ക്, മെറ്റാക് മാസ്ക് ആൻഡ് ഷിഫ്റ്റ് മാസ്ക്. അത് നമ്മൾ പഠിച്ചു വയ്ക്കുന്നു കേട്ടോ. അതുപോലെ കീ ഇവൻറ്റ് ക്ലാസ്സസിൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ് കീ പ്രസ്ഡ്, കീ റിലീസ്ഡ്, കീ ടൈപ്പ്, പിന്നെ അതിന് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഏതാണ്. അതുപോലെ തന്നെ ഇവൻറ്റ് ജനറേറ്റീവ് എന്ന് പറയുന്നത് ഇവൻറ്റ് ഫോക്കസ് ഇവൻറ്റ് ക്ലാസ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ് ഫോക്കസ് ഗെയിൻഡ്, ഫോക്കസ് ലോസ്റ്റ്. ദെൻ മൗസ് ഇവൻറ്റ് ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചു തന്നെ. മൗസ് ക്ലിക്കഡ്, മൗസ് ഡ്രാഗ്ഡ്, മൗസ് എൻറ്റേർഡ്, മൗസ് എക്സിറ്റ്, മൗസ് മൂവ്ഡ്, മൗസ് പ്രസ്ഡ്, മൗസ് റിലീസ്ഡ്. അതിന് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ്. സിമിലർലി വിൻഡോ ഇവൻറ്റ് ക്ലാസ്സസിന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവൻറ്റ് ലിസ്ണേഴ്സ് അഥവാ ഇവൻറ്റ് ലിസ്ണർ ഇൻ്റർഫേസസ് ആണ് നെക്സ്റ്റ്. അപ്പോൾ ഈ ഓരോ ഇവൻറ്റ് ക്ലാസ്സസിന് കറസ്പോണ്ടിങ് എന്തെങ്കിലും ലിസ്ണേഴ്സ് ഉണ്ട്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്താലാണ് എന്തുണ്ടാവുള്ളൂ, ഇവൻറ്റ് ഉണ്ടാകുമ്പോൾ ലിസ്ണേഴ്സിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ അതിൻ്റെ പ്രോഗ്രാമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ, കീബോർഡിൻ്റെയും മൗസിൻ്റെയും. അപ്പോൾ അതിൻ്റെ ലിസ്ണേഴ്സ് ഫുള്ള് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ആക്ഷൻ്റെ ആണ് ആക്ഷൻ ലിസ്ണർ ഇൻ്റർഫേസ്, അതാണ് വോയിഡ് ആക്ഷൻ പെർഫോംഡ്. ഫോക്കസ് ലിസ്ണർ ഇൻ്റർഫേസ് ആണ് 2 എണ്ണം. വോയിഡ് ഫോക്കസ് ഗെയിൻഡ്, ഫോക്കസ് ലോസ്റ്റ്. അതുപോലെ തന്നെ കീ ലിസ്ണർ, കീ പ്രസ്ഡ്, കീ റിലീസ്ഡ്, കീ ടൈപ്പ്ഡ്. മൗസിൻ്റെ ലിസ്ണേഴ്സാണ് 2 എണ്ണം ഉണ്ട്. മൗസ് ലിസ്ണർ ഇൻ്റർഫേസും ഉണ്ട്, മൗസ് മോഷൻ ലിസ്ണർ ഇൻ്റർഫേസും ഉണ്ട്. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. ദെൻ ടെക്സ്റ്റ് ലിസ്ണറും വിൻഡോ ലിസ്ണറും. അത് നമ്മൾ പഠിച്ചു വെക്കണം. തിയറി ആയിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സ്ട്രിങ്. സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് നമുക്ക് പുതിയ കീവേഡ് വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ സ്ട്രിങ് ലിറ്ററൽ വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് എത്ര ക്യാരക്ടേഴ്സ് ടോട്ടൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എസ് ലെങ്ത് ഫംഗ്ഷൻ. ദെൻ ക്യാരക്ടർ എക്സ്ട്രാക്ഷൻ. അത് തന്നെ സിംഗിൾ ക്യാരക്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യാനാണ് ATIM. ഗെറ്റ് കാർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 1 ക്യാരക്ടേഴ്സിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി ക്യാരക്ടേഴ്സിനെ ബൈറ്റ് അറേയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗെറ്റ് ടു ബൈറ്റ്. ഗെറ്റ് അറേ യൂസ് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രിങ്ങിനെ എല്ലാത്തിനെയും ക്യാരക്ടർ അറേയിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യാനായിട്ട്. ദെൻ സ്ട്രിങ് കമ്പാരിസൺ. അത് നമ്മൾ യൂസ് ചെയ്യുന്ന 2 സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യാനാണ്. ഓക്കെ, ഫസ്റ്റ് സ്ട്രിങ് S1 ഹെലോ സ്മോൾ ലെറ്ററും, സെക്കൻഡ് സ്ട്രിങ് S2 ഹെലോ ക്യാപിറ്റൽ ലെറ്ററും കൊടുത്ത് നമ്മൾ അത് 2 ഈക്വൽ ആണോ ചെക്ക് ചെയ്യണം. ഈക്വൽ ആണോ ചെക്ക് ചെയ്യുമ്പോൾ അത് ആദ്യം ഫോൾസ് ആണ് കാണിക്കുക. അപ്പോൾ നമ്മൾ S1 ഡോട്ട് ഈക്വൽസ് ഇഗ്നോർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രൂ കാണിക്കും, അതായത് കേസ് സെൻസിറ്റീവ് ആയിരിക്കും, അപ്പോഴാണ് ട്രൂ കാണിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ് കമ്പാരിസൺ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു ഓപ്പറേറ്ററിൽ 2 LHS RHSഉം ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. 2 സെയിം ആണെങ്കിൽ ട്രൂ എന്ന് കാണിക്കും. ദെൻ കമ്പയർ ടു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ 2 ഈക്വൽ ആണെങ്കിൽ 0 വരും, പിന്നെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ, ലെസ് ദാൻ ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ കാണിക്കും. അടുത്ത സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെർച്ച് സ്ട്രിങ്. അതിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ഇൻഡെക്സ് ഓഫും ലാസ്റ്റ് ഇൻഡെക്സ് ഓഫും. അപ്പോൾ ഇൻഡെക്സ് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടും ലാസ്റ്റത്തെ എത്ര വട്ടം ഒരു ലെറ്റർ തന്നെ ഒക്കർ ചെയ്യുന്നുണ്ട് അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ട്രിങ്ങിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് റീപ്ലേസ്, കോൺകാറ്റിനേഷൻ, സബ് സ്ട്രിങ്, പിന്നെ ട്രിം. ട്രിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റ് സ്പേസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, സബ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സ്ട്രിങ്ങിലെ കുറച്ച് പോർഷൻ മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ. കോൺകാറ്റിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ 2 സ്ട്രിങ്ങുകൾ ആഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ടും. റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിന് പകരം വേറെ ഒരു വാല്യൂ, വേറെ സ്ട്രിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റീപ്ലേസ്. ഇതൊക്കെയാണ് മോഡിഫിക്കേഷൻ ഫംഗ്ഷൻസ്. ദെൻ ഡാറ്റ കൺവേർഷൻ യൂസിങ് വാല്യൂ ഓഫ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാല്യൂസിനെ സ്ട്രിങ്ങിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട് സ്ട്രിങ് ബഫറിലുണ്ട്. അപ്പോൾ സ്ട്രിങ് ബഫറും തമ്മിലുള്ള കമ്പാരിസൺസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സ്ട്രിങ് ബഫർ എന്ന് പറഞ്ഞാൽ ചേഞ്ചബിൾ ആണ്, അതായത് മ്യൂട്ടബിൾ ആണ്, മറ്റേത് ഇമ്മ്യൂട്ടബിൾ ആണ് കേട്ടോ. കമ്പാരിസൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. നെക്സ്റ്റ് കളക്ഷൻ ഫ്രെയിംവർക്ക്. കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റുകൾ നമ്മൾ പറയുന്ന പേരാണ് കളക്ഷൻ. അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻ്റർഫേസസ് ആണ് എഴുതിയിട്ടുള്ളത്. കളക്ഷൻ, ലിസ്റ്റ്, സെറ്റ്, സോർട്ടഡ് സെറ്റ്, ഇത്. ദെൻ കളക്ഷൻ ഇൻ്റർഫേസസിൽ വരുന്ന ആൾക്കാരാണ് ഇൻ്റർഫേസ് കളക്ഷൻ. അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ആഡ് ഫംഗ്ഷൻ, ആഡ് ഓൾ, ക്ലിയർ, കണ്ടെയ്ൻസ് ഓൾ, ഹാസ് കോഡ്, ഈക്വൽസ് ആൻഡ് ഈസ് ഇൻറ്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക, തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്.
അതുപോലെ തന്നെ ലിസ്റ്റിലും കുറച്ച് ഇൻ്റർഫേസുകളുണ്ട്. അപ്പോൾ അത് സെയിം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സെയിം ആൾക്കാർ തന്നെ ആഡ് ഓൾ, ഗെറ്റ്, ഇൻഡെക്സ് ഓഫ്, റിമൂവ്, ഇതൊക്കെയാണ് ലിസ്റ്റ് ഇൻ്റർഫേസസ് കേട്ടോ. നെക്സ്റ്റ് കളക്ഷനാണ്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ്. അപ്പോൾ അതിന് അണ്ടറിൽ വരുന്ന ആളാണ് അറേ ലിസ്റ്റ് ക്ലാസ്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആഡ്, റിമൂവ് ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പ്രോഗ്രാമിൽ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ABE എന്നൊക്കെ പറഞ്ഞാൽ A.add1, A.add2 അങ്ങനെ ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാം. പിന്നെ ആക്സസിങ് കളക്ഷൻ വിയ ഐട്രേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ബൂളിൻ, ഹാസ് നെസ്റ്റ്, ഒബ്ജക്റ്റ് നെസ്റ്റ്, വേർഡ് റിമൂവ്, അതൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ലിസ്റ്റ് ഐട്രേറ്റേഴ്സ് ഉണ്ട്, അതാണ് വോയിഡ് ആഡ്, ഹാസ് നെക്സ്റ്റ്, ഹാസ് പ്രീവിയസ് ആണ്. ഇത് നെക്സ്റ്റ് വാല്യൂ കിട്ടാൻ, മറ്റേത് പ്രീവിയസ് വാല്യൂ കിട്ടാൻ, അങ്ങനെ ഓരോന്നും കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ താഴെ എഴുതിയിട്ടുള്ളത്. ദെൻ കളക്ഷൻസും തമ്മിലുള്ള കമ്പാരിസൺ അത് ജസ്റ്റ് വായിച്ചു നോക്കുക.